ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഹുണ്ടായി ക്രെറ്റ ഡീസൽ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള എഞ്ചിൻ സ്പെസിഫിക്കേഷനുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഒരു വാഹനത്തിന്റെ ഡീസൽ വേരിയന്റിന്റെ ബേസ് മോഡലിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15,26,000 രൂപ മുതൽ ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ 25,97,000 രൂപ വരെയാണ്. ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 1.5 ലിറ്റർ എഞ്ചിനാണ്. അതായത് 1493 cc 4 സിലിണ്ടർ ഇൻലൈൻ വാട്ടർ കൂൾഡ് എഞ്ചിനാണ്. ഒരു സിലിണ്ടറിൽ 4 വാൾവ് അറേഞ്ച്മെൻറ്റാണ് വരുന്നത്, 2 ഇൻടേക്കും 2 എക്സോസ്റ്റും. അപ്പോൾ 4 സിലിണ്ടറിലായിട്ട് മൊത്തം 16 വാൾവ് അറേഞ്ച്മെൻ്റാണ് ഈ ഒരു CRDI എഞ്ചിനിൽ വന്നിട്ടുള്ളത്. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ള എഞ്ചിൻ്റെ സ്പെക്കിൽ വരുന്നത്. അതേപോലെ തന്നെ ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് അറേഞ്ച്മെൻ്റ് ആണ്. മാക്സിമം മൈലേജ് തരുന്ന രീതിയിലുള്ള ഒരു ട്യൂണിംഗ് ആണ് ഈ ഒരു എഞ്ചിനിൽ ഉണ്ടായി കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പവർ വരുന്നത് 116 PS ആണ്. ടോർക്ക് വരുന്നത് 250 ന്യൂട്രൺ മീറ്ററിലാണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതേപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി വരുന്നത് 3 വർഷമാണ്. അതായത് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പുതിയ ഹുണ്ടായി ക്രെറ്റയുടെ സേഫ്റ്റിയുടെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഫീച്ചേഴ്സ് ലോഡഡ് ആണ് വാഹനം. അതേപോലെ തന്നെ ബേസിക് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയൻറ്റിലും 6 എയർ ബാഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 6 കളറിൽ നമുക്ക് ഈ വാഹനം ലഭ്യമാണ്. ബ്ലാക്ക്, എമറാൾഡ് പേള്, കാക്കി, ഗ്രേ, റെഡ്, വൈറ്റ്. അതേപോലെ തന്നെ 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനും അവൈലബിൾ ആണ്. സൗണ്ട് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ മാനുഫാക്ചർ ആയിട്ടുള്ള ബോസിൻ്റെ ഓഡിയോ സ്പീക്കർ സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 8 സ്പീക്കറാണ് നമുക്ക് ഈ വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. നല്ലൊരു മ്യൂസിക് ഓഡിയോ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ടയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 16 ഇഞ്ചിൻ്റെ ടയറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ അപ്രോക്സിമേറ്റ് മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ മാനുവലിന് 21.8 ലിറ്ററും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കിന് 19.1 കിലോമീറ്റർ പെർ ലിറ്ററുമാണ് നമുക്ക് മൈലേജ് ആയിട്ട് കമ്പനി പറയുന്നത്. എങ്ങനെ നോക്കിയാലും ഒരു 18+ അല്ലെങ്കിൽ 20 റേഞ്ച് നമുക്ക് മൈലേജ് ഈ ഒരു വാഹനത്തിന് കിട്ടും. ഡിപ്പെൻഡ്സ് അപ്പോൾ ഡ്രൈവിംഗ് സ്റ്റൈലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എൻജിൻ സ്പെസിഫിക്കേഷൻ വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മാനുവലിലും ഓട്ടോമാറ്റിക്കലും ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓൺ റോഡ് പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാൽ മാനുഫാക്ചറർ കൊടുക്കുന്ന പ്രൈസ്, അതേപോലെ തന്നെ ഡീലറിൻ്റെ പ്രൈസ് ഓരോ മാസത്തിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഫെസ്റ്റിവൽ സീസണിലൊക്കെ വരുന്ന പോലത്തെ പ്രൈസ് റേഞ്ചുകളിൽ വ്യത്യാസങ്ങളും ഓഫറും വരുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരും. നമ്മൾ പറയുന്ന അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള റേറ്റാണ്. അപ്പോൾ ബേസ് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ മാനുവലിൽ നമുക്ക് 14 വേരിയൻ്റ് അവൈലബിൾ ആണ്. അതിൽ ആണ് ബേസ് മോഡൽ വരുന്നത്. അത് 15,26,000 രൂപയാണ്. അടുത്ത് വരുന്ന EX ആണ്, അത് 16,72,000. അതേപോലെ തന്നെ എസിലേക്ക് പോയി കഴിഞ്ഞാൽ 18,18,000 രൂപയാണ് വരുന്നത്. അടുത്തത് S ഓപ്ഷനിലാണ്, അത് 19,65,000 രൂപയാണ്. എസ് ഓപ്ഷനിൽ അടുത്തൊരു വേരിയൻ്റ് ആയിട്ടുള്ള നൈറ്റ് എഡിഷൻ വരുന്നുണ്ട്, അത് 19,83,000 രൂപയാണ്. എസ് ഓപ്ഷനിൽ തന്നെ ടൈറ്റാൻ ഗ്രേ മാറ്റ് നൈറ്റ് എഡിഷൻ വരുന്നുണ്ട്, അത് 19,89,000 രൂപയാണ്. എസ് ഓപ്ഷൻ നൈറ്റ് എഡിഷൻ ഡ്യുവൽ ടോൺ കളറിൽ വരുന്ന വേരിയൻ്റ് അവൈലബിൾ ആണ്. 20 ലക്ഷം രൂപയാണ് അതിന് വരുന്നത്. അതേപോലെ തന്നെ SX ടെക്കിൽ വരുമ്പോൾ നമുക്ക് 21,63,000 രൂപയാണ്. അതിൽ തന്നെ SX ടെക്ക് ഡ്യുവൽ ടോൺ ഉണ്ട്, 21,81,000 രൂപ. SX ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 23,19,000 രൂപയാണ്. SX ഓപ്ഷനിൽ നൈറ്റ് എഡിഷൻ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഉണ്ട്, അതിന് 23,38,000 രൂപയാണ്. അതേപോലെ തന്നെ SX ഓപ്ഷണൽ ഡ്യുവൽ ടോൺ ഉണ്ട്, അതിന് 23,38,000 രൂപയാണ്. SX ഓപ്ഷൻ ടൈറ്റാൻ ഗ്രേ മാറ്റ് നൈറ്റ് എഡിഷൻ ഉണ്ട്, അത് 23,44,000 രൂപയാണ്. മാനുവൽ ട്രാൻസ്മിഷനുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ് SX ഓപ്ഷൻ നൈറ്റ് എഡിഷൻ ഡ്യുവൽ ടോൺ. അതിന് വരുന്നത് 23,56,000 രൂപയാണ്. ഈ 14 വേരിയൻ്റ് ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ളത്. ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 9 വേരിയൻ്റ് ആണുള്ളത്. അതിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് S ഓപ്ഷനിൽ 80 ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്
ഓട്ടോമാറ്റിക്കിൽ 21,47,000 രൂപയാണ്. എസ് ഓപ്ഷനിൽ AT നൈറ്റ് എഡിഷൻ വരുന്നുണ്ട്, 21,65,000 രൂപയാണ്. അടുത്തത് എസ് ഓപ്ഷനിൽ AT ടൈറ്റാൻ ഗ്രേ മാറ്റ് നൈറ്റ് എഡിഷൻ, അത് 21,72,000 രൂപയാണ്. എസ് ഓപ്ഷനിൽ AT നൈറ്റ് എഡിഷൻ ഡ്യുവൽ ടോണിലേക്ക് വന്നു കഴിഞ്ഞാൽ 21,84,000 രൂപയാണ്. അടുത്തത് SX വേരിയൻ്റ് ആണ്. ഓപ്ഷണൽ AT വരുന്നത് 24,59,000 രൂപയാണ്. SX ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് നൈറ്റ് എഡിഷൻ 25,78,000 രൂപയാണ്. SX ഓപ്ഷനിൽ AT ഡ്യുവൽ ടോണിലേക്ക് പോയി കഴിഞ്ഞാൽ 25,78,000 രൂപയാണ്. SXൽ ഓപ്ഷണൽ AT ടൈറ്റാൻ ഗ്രേ മാറ്റ് നൈറ്റ് എഡിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 25,85,000 രൂപയാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള SX ഓപ്ഷണൽ AT നൈറ്റ് എഡിഷൻ ഡ്യുവൽ ടോൺ, അതിന് 25,97,000 രൂപയാണ്. മൈലേജ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് ഉള്ള വണ്ടിയാണ് ക്രെറ്റ. 20ൻ്റെ അടുത്ത് മൈലേജ് കിട്ടുന്നൊരു വാഹനം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡീസൽ ക്രെറ്റയുടെ ബേസിക് ആയിട്ടുള്ള എൻജിൻ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ ഓൺ റോഡ് പ്രൈസും. ഓരോ മന്തിലെ ഡിസ്കൗണ്ടുകളും ഓഫറുകളും അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.